sing it, a bit it, a twitch it, a pick it. എങ്കടാ ദളപതി എങ്ക പോയിട്ടാറോ ആ പാടുന്നതൊക്കെ ആര് കണ്ടുകൊണ്ട് വെച്ചിട്ടുണ്ട്. ഹലോ ഓൾ, ഈസി സിനി ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ ആയി വീഡിയോ ചെയ്തിട്ട് വേറെ കാര്യങ്ങളൊന്നും കിടക്കുന്നില്ല. നമുക്കിപ്പം ഗോട്ട്, ഒരു പ്രതീക്ഷയില്ലാതെ ഞാൻ പോയി കണ്ടൊരു പടമാണ് ഗോട്ട്. അപ്പം അത് എന്തുകൊണ്ട് പോയി കണ്ടു എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ, ഇതാണ് ദളപതി വിജയ് എന്ന് പറയുന്ന നമ്മുടെ അണ്ണൻ. അപ്പം നിങ്ങൾക്കറിയാം, ഒറ്റ വാക്കിൽ എങ്ങനെ പടം എങ്ങനെ ചോദിച്ചാൽ എനിക്കൊരു ആവറേജ് തിയേറ്റർ എക്സ്പീരിയൻസ് ആയിട്ട് തോന്നിയ ഒരു പടമാണ് ഗോട്ട് എന്ന് പറയുന്നത്. ഒരു എബോവ് ബീസ്റ്റ് വരിസ് ഉള്ള ഒരു പടം, എന്നാൽ ലിയോയുടെ അത്ര ഇല്ലാത്ത ഒരു പടമായിട്ട് തോന്നി ഗോട്ട്. ഞാൻ പറയാൻ വന്ന കാര്യം, ഇങ്ങനെ എനിക്ക് ഈ പടം ഒരു ആവറേജ് ആയിട്ട് തോന്നി എന്നുള്ള കാര്യത്തെ പറ്റിയാണ്. അപ്പം ഇതിന്റെ ഒരു മൊത്തം കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, ഇതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഉണ്ടോ, ട്രെയിലർ ഉണ്ടോ, ടീസർ ഉണ്ടോ, സോങ് ഉണ്ടോ, വീഡിയോ സോങ് ഉണ്ടോ, ലിറിക്കൽ വീഡിയോ ഉണ്ടോ, ഒരു പ്രൊമോഷൻ വീഡിയോ ഉണ്ടോ, ഒന്നും നമുക്കൊരു സാറ്റിസ്ഫാക്ഷനോ ഒരു തൃപ്തിയോ തരാൻ ഒരു മുന്നൊരുക്കമായിരുന്നു ഗോട്ട് എന്ന് പറയുന്ന സിനിമയുടെ. അപ്പം എന്നിട്ടും ഈ പടം ഫസ്റ്റ് ഷോ എന്തുകൊണ്ട് പോയി കണ്ടു എന്നുള്ളത് എന്റെ ഉത്തരവാണ് വിജയ്. പുള്ളിയുടെ ഒരു കാലിബർ ഉണ്ടല്ലോ, എന്നുവെച്ചാൽ പടം കുറച്ച് ഡൗൺ ആയി നിൽക്കുകയാണെങ്കിലും പുള്ളിക്ക് ഹാൻഡിൽ ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു സംഭവമാണ്. എന്നുവെച്ചാൽ ഈ പടത്തിൽ അങ്ങേര് മാത്രമേ ഉള്ളൂ, അങ്ങേരെ കണ്ടോണ്ടിരിക്കാൻ മാത്രമേ പറ്റുള്ളൂ. വേറെ രീതിയിലുള്ളൊരു സംഭവം പടത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ, വെങ്കട് പ്രഭു മൂവീസ് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവും, ഇതിനകത്ത് റെഫറൻസുകളുടെ അതിപ്രസരമായിരിക്കും. പഴയ സിനിമകളിൽ കുറവാണെങ്കിൽ ഇതിൽ അതിപ്രസരം എന്ന് വെച്ചാൽ, കണ്ടിട്ടുണ്ടെങ്കിൽ ഇഫ് യു നോ എന്ന് പറഞ്ഞ പോലാണ് പടത്തിൽ പോകുന്നത്. ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊരു എൻജോയ്മെന്റ് തന്നെ ആയിരിക്കും. ഫാൻസിന് നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറെ എലമെന്റ്സ് കാര്യങ്ങളെല്ലാം സിനിമയ്ക്ക് അത് വന്ന് പോകുന്നുണ്ട്. അതുപോലെ തന്നെ പഴയ സ്റ്റോറി ടെംപ്ലേറ്റിൽ പുതിയ കുറച്ച് എലമെന്റ്സ് ആഡ് ചെയ്തുകൊണ്ടാണ് പടം വന്നിട്ടുള്ളത്. അത് എത്രമാത്രം സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചോദിച്ചാൽ, സാറ്റിസ്ഫൈ ചെയ്യേണ്ടതായിട്ടുള്ള വന്നു. തിയേറ്ററിൽ കയറി പിന്നെ സാറ്റിസ്ഫൈ ചെയ്താൽ പറ്റുള്ളൂ എന്നുള്ള രീതിയിലാണ്. പക്ഷെ വെറുത്തു പോകുന്ന സീൻസ് വളരെ കുറവാണ് കേട്ടോ. പക്ഷെ പടം മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ഒരു ആവറേജ് എക്സ്പീരിയൻസ് എനിക്ക് പടം തന്നു തോന്നിച്ചാൽ അതിനുള്ള ഉണ്ട്. പടത്തിനകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് തീരെ പടം മോശമായിട്ട് തോന്നിയ ഭാഗങ്ങൾ ഏതൊക്കെയാന്ന് ചോദിച്ചാൽ, മേക്കപ്പ്. എൻ്റെ മോനെ, ഉച്ചാതി പാഴ് മേക്കപ്പ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എന്ന് വെച്ചാൽ വിജയ്യുടെ ഗാന്ധി എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ സെക്കൻഡ് ലുക്ക് കാണിക്കുന്ന ഒരു ഫസ്റ്റ് ഷോട്ട് ഉണ്ട്. അതിനകത്ത് കാണിച്ചപ്പോഴത്തേന് ഞാൻ ആദ്യം ഓർമ്മ വന്നത് ഒരു കുരങ്ങന്റെ ഗെയിം ഇപ്പോൾ വന്നിട്ടുണ്ടല്ലോ പുതിയതായിട്ട്, ഒരു ഭയങ്കര ആനിമേഷൻ ഒക്കെ വെച്ചിട്ട്. ആ ഗെയിമിലെ കുരങ്ങനെ പോലെ ഉണ്ട്. ഞാൻ കളിയാക്കുവല്ല, അതുപോലെ ഇരിക്കുന്ന ആ ഒരു മേക്കപ്പ് വരുമ്പോഴത്തേനും എന്താന്നറിയാം, മീശയൊക്കെ മേക്കപ്പ് ചെയ്യുമ്പോഴത്തേനും ഇവിടെ ചെറിയൊരു ഗ്യാപ്പൊക്കെ ആൾക്കാർക്ക് സാധാരണ, അതൊന്നും ഇല്ല. മൂടി ഇങ്ങനെ ഇവിടെ എല്ലാം ഇങ്ങനെ വെച്ച് ഒട്ടിച്ചിട്ട്, പിന്നെ താടി ഏതാണ്ടൊക്കെ വെച്ച് ഒട്ടിച്ച് വെച്ചേക്കുന്നത്. എന്ത് പാഴ് മേക്കപ്പ്. പിന്നെ VFX-ലോട്ട് പോകുമ്പോൾ വലിയ കുഴപ്പമില്ല എന്നല്ലാതെ നമ്മൾ അതിലോട്ട് ശ്രദ്ധിക്കും. ഈ ഡി-ഏജിങ് ഒക്കെ ചെയ്യുമ്പോഴത്തേനും ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ കോടി ഇരിക്കുമ്പോഴത്തേനും നമ്മൾ അതിലോട്ട് ശ്രദ്ധിക്കും. ചില ഭാഗങ്ങൾ ഒഴിച്ച് ബാക്കിയൊക്കെ നല്ലതായിട്ട് തന്നെ പോയിട്ടുണ്ട്. പക്ഷെ ചൈൽഡ്ഹുഡ് കാണിക്കുന്ന ഒരു ഭാഗമുണ്ട് എൻ്റെ മോനെ, അത് എന്തുവാ അത്? ഫേസ് സ്വാപ്പ് ചെയ്യുന്ന ഒരു ഇതിലും വൃത്തിക്കായി ചെയ്യും. ഇത് പണം മുടക്കിയ ഒരാളുടെ ഒരു ചൈൽഡ് ഏജ് കാണിക്കുമ്പോഴത്തേനും, അത് ആ ഭാഗം ഇതിനകത്ത് ആഡ് ചെയ്തില്ലായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇപ്പം അത് വേറെ എങ്ങനെയല്ലോ ഒന്ന് ഓർക്കുന്നതായിട്ടോ എന്തെങ്കിലും പറയുന്നതായിട്ടോ വല്ലതും ചെയ്താൽ മതി. അത് വെറുതെ വഷളായി കളഞ്ഞു. ഇവിടുന്ന് ഇങ്ങോട്ട് തിരിച്ചിട്ട് ഇങ്ങനെ ഒന്ന് കെട്ടിപ്പിടിക്കുമ്പോഴത്തേനും മുഖം അവിടെ നിൽക്കാണ്ട് വരുന്നതേ ഉള്ളൂ, മുഖം പുറകെ വരുന്നത് പോലെ. പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് ഈ പടം എന്തിന് തിയേറ്ററിൽ പോയി കാണണമെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് കുറച്ച് കൈയടിക്കാൻ കുറച്ച് അവസരങ്ങൾ കിട്ടും, കുറച്ച് റെഫറൻസ് കാണാം, വിജയ് സാറിന്റെ കുറച്ച് സ്വാഗ് സീനുകളൊക്കെ കാണാം, പിന്നെ വില്ലന്റെ കുറച്ച് സെറ്റപ്പ് പരിപാടികളൊക്കെ കാണാം. പിന്നെ രണ്ടാമത്തെ വിജയുടെ പുള്ളിയാണ് കേട്ടോ, പുള്ളിക്കാണ് ശരിക്കും കോർ സ്ട്രെങ്ത് ഉള്ളത് പടത്തിൽ. മറ്റേ വിജയൊക്കെ എങ്ങനെയൊക്കെയോ പോകുന്നുണ്ടെന്ന്, അപ്പം വിജയൊക്കെ എങ്ങനെയൊക്കെയോ ചെയ്ത് പോകുന്നുണ്ടെന്നുള്ളതല്ലാതെ നമ്മുടെ മകൻ വിജയാണ് ശരിക്കും സ്കോർ ചെയ്യുന്നത്. പുള്ളി ടെറർ സാധനമാണ്. പിന്നെ ബാക്കിയൊക്കെ ഏകദേശമൊക്കെ കുഴപ്പമില്ല എന്നൊക്കെ ഉള്ളതേ ഉള്ളൂ. മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ കുഴപ്പമില്ല, നല്ലതാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊള്ളാം കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ രസമുണ്ടായിരുന്നു. നമുക്ക് ആ ഒരു സാധനത്തിനനുസരിച്ച് പുള്ളി എങ്ങനെയൊക്കെയോ വലിച്ചു പിടിച്ചിട്ടുണ്ട്.
പക്ഷെ പാട്ട് 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 പോരാ. ഫസ്റ്റ് പാട്ട് കൊള്ളായിരുന്നു. പിന്നെ മറ്റേ ആ ഗ്രിപ്പിങ്, ടച്ചിങ്, ആ സ്റ്റിൽ ഇറ്റ്, വരി എനിക്കറിയാൻ പറ്റില്ല. അങ്ങനെ ഒരു സാധനം വരുന്നുണ്ടല്ലോ. എന്തിനാ ആ പാട്ടെന്ന് പോലും അറിയാൻ മേലാതെ ഒരു പാട്ട് വന്ന് കയറിയിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കൊരു സ്പെഷ്യൽ അപ്പിയറൻസ് ഒക്കെ ഉണ്ട്. ആ രസമുണ്ട് കേട്ടോ. പിന്നെ ക്ലൈമാക്സിലോട്ട് പോകുമ്പോഴത്തേനും നമ്മടാ VFX ഒക്കെ വെച്ചിട്ട് മെഴുകിയിട്ടുണ്ട് അതിനകത്ത്. പക്ഷെ കുഴപ്പമില്ല. പക്ഷെ നമുക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യും ഇങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞ് എക്സ്പെക്ട് ചെയ്യും. പിന്നെ നമ്മളെ ഞെട്ടിക്കുന്ന ഒരു സീനൊക്കെ വരുമ്പോഴത്തേനും നമ്മളിങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സാധനമൊക്കെ വരികയൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ നൈസാണ്. ചില അതിൻ്റെ ഞാൻ പറയില്ലേ, പടം മുഴുനീളം നോക്കുമ്പോഴത്തേനും നൈസ് സാധനങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ ഇങ്ങനെ നല്ല തക്കാളി പെട്ടിക്കകത്ത് ചീഞ്ഞ തക്കാളി ഉണ്ടെന്ന് പറഞ്ഞ പോലെ ചില ഭാഗങ്ങൾ ഇങ്ങനെ ചീഞ്ഞ് ചീഞ്ഞ് കിടപ്പുണ്ട്. പക്ഷെ നല്ല ഭാഗങ്ങൾ അടിപൊളിയാണ്. നമുക്ക് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. കൈയടിക്കാൻ വിജയ് ഫാൻസിനാണെങ്കിലും ഓക്കെയാണ്, കൈയടിക്കാം. പിന്നെ വെങ്കട് പ്രഭുവിന്റെ പഴയ സിനിമകൾ കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ റെഫറൻസ് വരുമ്പോഴത്തേനും ഒന്ന് ഓൺ ആയിട്ടിരിക്കാനുള്ള ഒരു സാധനമൊക്കെ പടത്തിൽ വരുന്നുണ്ട്. ജയിലിന്റെ ഒരു സാധനമൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട്. അത് എതുക്കുടാ, എതുക്ക്, എന്നെ ദ്രോഹം പണിട്ട് നാങ്ക എന്ന് പറഞ്ഞ പോലെ നമുക്ക് തോന്നും. ക്ലൈമാക്സിലൊരു സാധനമൊക്കെ കൊണ്ട് ടൈലന്റ് കൊണ്ട് വെച്ചിട്ടുണ്ട്. എന്തിനാണോ അതിന്റെയൊക്കെ ആവശ്യം പോലും ഇല്ല. മാനാടൊക്കെ എടുത്തു വെച്ച മനുഷ്യനാണ് ഈ കാണിച്ചു വെച്ചേക്കുന്നത്. മങ്കാത്ത മാനാടൊക്കെ ചെയ്ത മനുഷ്യനാണ് ഇവിടെ വന്നിട്ട് ഈ കിടന്ന് ചെയ്തു വെച്ചിട്ടുള്ളത്. പക്ഷെ വെങ്കട് പ്രഭു ഹീറോ, ഇനി അടുത്ത വെങ്കട് പ്രഭു ഇല്ല. പാട്ടൊക്കെ ഉണ്ട്, മുത്തുക്കളെ. അതിനകത്ത് ഇനി വിജയ് അഭിനയിക്കുന്നതൊക്കെയാണ് പറയുന്നത്. വിജയ് മൊത്തമായിട്ട് ഇനി ഇവന്മാര് ഫേസ് ആപ്പ് ചെയ്യുന്നോ VFX ചെയ്യുന്നോ അറിയാൻ മേല. എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കുമായിരിക്കും. എന്നാലും പടം ഒന്ന് കണ്ടിരിക്കാനുള്ള സാധനമൊക്കെ ഉണ്ട്. വിജയ് ഫാൻസിന് എന്തായാലും ഒന്ന് പോയി കണ്ടോ. നിങ്ങൾക്കൊന്ന് കൈയടിക്കാൻ 2 പടം കൂടെ ഉള്ളൂ ആണല്ലേ. ഒരു പടം കൂടെ ഉണ്ട്, അത് ബെറ്റർ ആവട്ടെ എന്ന്. മൊത്തം പോസിറ്റീവ് വന്നൊരു പടം ഇല്ലല്ലോ ഇപ്പം അടുത്തിടയ്ക്ക്. എനിക്ക് തോന്നുന്നു മൊത്തമായിട്ട് പോസിറ്റീവ് വന്ന ഇവൻ ലിയോ മാസ്റ്റർ ഒക്കെ ആണെങ്കിലും അതൊക്കെ ഉള്ളൂ. അതിനു മുന്നേ ഏത് പടം അതിന് മുന്നേ ഏതോ പടം. എന്തായാലും ഇതൊക്കെയാണ് എനിക്ക് തോന്നിയ കാര്യങ്ങൾ. നിങ്ങൾ കാണാൻ പറ്റുമെങ്കിൽ കാണും, അല്ലെങ്കിൽ നിങ്ങൾ കാണണ്ട. ബൈ.